Hello everyone. Now let's see how to add a secret question. Secret question means an approver can add his own question. അതായത് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ടീച്ചേഴ്സ് ആഡ് ചെയ്യുന്നില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണമെങ്കിൽ ഫോർ ദ ടൈം ബീങ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് വിസിബിൾ ഫോർ ദ ടീച്ചേഴ്സ്. അതുകൊണ്ടാണ് ഇതിനെ സീക്രട്ട് ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത്. ടീച്ചേഴ്സിന് വിസിബിൾ ആയിരിക്കില്ല. ഇൻ കേസ് നമ്മളുടെ ഈ ഫൈനൽ പേപ്പർ ഒരു ടീച്ചർ അക്കൗണ്ടിൽ എങ്ങനെയെല്ലാം ഷെയർ ആയി പോയാലും ഒരു സീക്രട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഫൈനൽ പേപ്പർ അവർക്ക് ഓപ്പൺ ആക്കാനും പറ്റില്ല. അപ്പം നമുക്കതെങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ ഇപ്പം ഞാൻ ക്ലാസ് 4 സോഷ്യൽ സയൻസ് ആണ് സെലക്ട് ചെയ്തത്. ഇവിടെ ഓൾറെഡി ചാപ്റ്റർ ഉണ്ട്, ഏൻഷ്യൻ സിവിലൈസേഷൻസ് ഓഫ് ദ വേൾഡ്. ടോപ്പിക്കും സബ് ടോപ്പിക്കും കൊടുക്കുന്നില്ലാത്തതാണ് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ദെൻ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ കണ്ടോ സീക്രട്ട് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഈ സീക്രട്ട് ക്വസ്റ്റ്യൻ എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ദെൻ ഷെയർ വിത്ത് കൊടുക്കാം. ഷെയർ വിത്ത് സെലക്റ്റഡ് യൂസർ കൊടുക്കാം. അപ്പം എനിക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇവർക്കൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ എനിക്കിത് ഷെയർ കൊടുക്കാം. മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൺട്രോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ യൂസേഴ്സ് സെലക്ട് ആവും. എന്നിട്ട് ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറാണ് കൊടുക്കാൻ പോകുന്നത്. ആഡ് ക്വസ്റ്റ്യൻ മാർക്ക് 4 ഹാർഡ്നെസ് മോഡറേറ്റ്. ഇറ്റ്സ് എ കേസ് സ്റ്റഡി. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻഫറൻഷ്യൽ ക്വസ്റ്റ്യൻ. then ആപ്ലിക്കേഷൻ ലെവൽ. ഞാൻ ChatGPT പോയിട്ട് ഞാൻ ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻ ഓഫ് ദ വേൾഡ് ക്ലാസ് 4 സ്റ്റുഡൻസിനുള്ള ഒരു ക്വസ്റ്റ്യൻ തരാനായിട്ട്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ കോപ്പി ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യുന്ന പാർട്ടിൽ വന്നു. നമ്പറും എല്ലാം റിമൂവ് ചെയ്തു. ഓക്കെ, ദെൻ സേവ് ഓൾ ക്വസ്റ്റ്യൻസ്. സേവ് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൗസിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം. കണ്ടോ, നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. സീക്രട്ട് എന്ന് പറഞ്ഞ് കാണാം. ഒപ്പം ദാറ്റ് സ്റ്റാറ്റസ് ഈസ് അപ്രൂവ്ഡ്. അപ്പം സീക്രട്ട് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുമ്പോൾ അതൊരിക്കലും അപ്രൂവലിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഓൾറെഡി അത് ബൈ ഡിഫോൾട്ട് അപ്രൂവ്ഡ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ സീക്രട്ട് ക്വസ്റ്റ്യൻ മറ്റുള്ള ടീച്ചേഴ്സിന് വിസിബിൾ ആക്കണമെങ്കിൽ എഡിറ്റ് എടുക്കുക, എന്നിട്ട് ഇത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ഈ സീക്രട്ട് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ ആ ക്ലാസ്സിലെ ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അത് വിസിബിൾ ആവുകയും ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മളുടെ ഫൈനൽ പേപ്പറിൽ എൻ്റർ ചെയ്യണമെങ്കിൽ ഗോ ടു ഫൈനൽ പേപ്പർ. ഞാൻ ക്ലാസ് 4 സോഷ്യൽ സയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എഡിറ്റ് ലേഔട്ട് എടുത്തു. പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഓൾറെഡി എഡിറ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കിപ്പം സ്റ്റാർട്ട് എഡിറ്റിംഗ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാനിപ്പോൾ റിലീസ് ചെയ്തതാണ്. സ്റ്റാർട്ട് എഡിറ്റിംഗ് കൊടുക്കുക. നമ്മൾ ഇപ്പം എനിക്കിവിടെ ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ 4 മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാത്തത് കൊണ്ട് ബ്രൗസ് ക്വസ്റ്റ്യനിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം സീക്രട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ വിസിബിൾ ആയിരിക്കും. നമ്മൾക്കിത് ചൂസ് ചെയ്യുക, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ തന്നെ വിസിബിൾ ആയിരിക്കും. ഇത് സീക്രട്ട് ക്വസ്റ്റ്യൻ 4 മാർക്സിൻ്റെ നമ്മൾ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.